എല്ലാ പ്രിയ ജീവനക്കാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2013 മാർച്ച് 31 വരെ കേരളത്തിലെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചിരുന്ന എല്ലാ ജീവനക്കാർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി എന്ന ഒരു ഉറപ്പുള്ള പെൻഷൻ പദ്ധതിയായിരുന്നു നിലനിന്നിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ച എല്ലാവർക്കും തന്നെ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന പേരിൽ മാത്രം പെൻഷനുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ 2 തരം പെൻഷൻ പദ്ധതി നിലവിലുണ്ട്: പങ്കാളിത്ത പെൻഷനും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം നേരിട്ട് ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ കുറച്ച് പൈസ ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് കുറച്ച് പൈസ ജീവനക്കാരിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും കാലത്ത് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി എന്നുള്ള പെൻഷൻ പദ്ധതിയാണ്. പുതിയ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് ഓൾഡ് പെൻഷൻ എന്നും എന്താണ് ന്യൂ പെൻഷൻ എന്നും ഉള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിവരണം പുതിയ ജീവനക്കാർക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിവരണം നൽകാൻ തയ്യാറാകുന്നത്. എല്ലാ ജീവനക്കാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. OPS, NPS വ്യത്യാസം. OPSൽ ജീവനക്കാരുടെ സംഭാവനയില്ല, മിനിമം പെൻഷൻ ഉറപ്പാക്കും. NPSൽ ജീവനക്കാരുടെ വേതനത്തിലെ സംഭാവന കൂടി സ്വീകരിച്ചിട്ടും മിനിമം പെൻഷൻ തരുന്നില്ല. OPSൽ ഉപഭോക്തൃ സൂചികയനുസരിച്ചുള്ള വിലക്കയറ്റം നേരിടാൻ വർഷത്തിൽ 2 ഗഡുക്കളായി ക്ഷാമബത്ത നൽകുന്നു. NPSൽ ഇത്തരം ആനുകൂല്യമില്ല, യാതൊരു വർധനയും ഇല്ല. OPSൽ പെൻഷൻ ഗുണഭോക്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും അവിവാഹിതയായ മക്കൾ, ജോലി ലഭിക്കുന്നതുവരെ അല്ലെങ്കിൽ നിശ്ചിത പ്രായം വരെ, വിധവയായ മകൾ, ഭിന്നശേഷിയുള്ള മക്കൾ തുടങ്ങിയവർക്ക് ആശ്രിത പെൻഷൻ ലഭിക്കും. NPSൽ ആശ്രിതർക്ക് പെൻഷനില്ല. OPSൽ 80 കഴിഞ്ഞാൽ അടിസ്ഥാന പെൻഷൻ്റെ 20%, 85 കഴിഞ്ഞാൽ 30%, 90 കഴിഞ്ഞാൽ 40%, 95 കഴിഞ്ഞാൽ 50% എന്നീ നിരക്കിൽ അധികം പെൻഷനും ലഭിക്കും. ഇത്തരം വ്യവസ്ഥകൾ NPSൽ ഇല്ല. ശമ്പള പരിഷ്കരണത്തിനനുസരിച്ച് OPSൽ പെൻഷൻ വർദ്ധിക്കും. NPSൽ അങ്ങനെയല്ല. പഴയ പെൻഷൻ പദ്ധതി അനുസരിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് സേവനകാലത്ത് ഏറ്റവും ഒടുവിൽ ലഭ്യമായ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പ്രതിമാസ പെൻഷനായി ലഭിക്കും. ഈ തുകയ്ക്ക് മേൽ പണപ്പെരുപ്പ നിരക്കിൻ്റെ വർധനവിന് ആനുപാതികമായി വർഷത്തിൽ 2 തവണയെങ്കിലും ക്ഷാമബത്ത വർധനവ് കൂടി ലഭിക്കും. കൂടാതെ സേവന കാലാവധി കണക്കിലെടുത്ത് ഡെത്ത് ആൻഡ് റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഓരോ പെൻഷൻകാരനും നിശ്ചിത മാനദണ്ഡം അടിസ്ഥാനമാക്കി അനുവദിക്കപ്പെടും. വിവിധ സാമ്പത്തിക വർഷങ്ങളിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകി 2022-23 1700 കോടിയും 2023-24 1750 കോടിയും കേരള സർക്കാർ കടമെടുത്തിരിക്കുന്ന കാര്യം എല്ലാവരും അറിയേണ്ടതുണ്ട്. ജീവനക്കാരൻ്റെ ന്യായമായ അവകാശമാണ് പെൻഷൻ. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി തന്നെയുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും ഒളിച്ചോടുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായി പോരാടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് എല്ലാ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരോടും ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സംഘടിത ശക്തി സർക്കാരിനു മുന്നിൽ തെളിയിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.